വിത്തൗട്ട് ബട്ടർ 10 മിനിറ്റിൽ ഈസി ആയിട്ട് വൈറ്റ് സോസ് പാസ്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കപ്പ് മക്രോണിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 90% വേവിച്ചെടുക്കുക. പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ബട്ടറിന് പകരം ഇവിടെ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചൂടായ ശേഷം കുറച്ച് വെജിറ്റബിൾസ് ഇടാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിടുന്നത് ഓനിയൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം ആണ്. ഈ വെജിറ്റബിൾസ് ഉപ്പിട്ട് വഴറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. വീണ്ടും 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ 4 സ്പൂണ് മൈദയും ചേർക്കുക. നന്നായി യോജിപ്പിക്കുക. കട്ട ഉണ്ടാവാൻ പാടില്ല, കരിഞ്ഞു പോകാനും പാടില്ല. ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാൻ. ശേഷം പാലൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതൊരു ക്രീം രൂപത്തിലാവണത് വരെ കട്ടകളൊക്കെ ഇല്ലാതെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോൾ വെജിറ്റബിൾസും കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്നും കൂടെ ക്രീമി ആവാൻ വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ശേഷം വേവിച്ച് വെച്ച മക്രോണിയും ചില്ലി ഫ്ലേക്സും ചേർത്താൽ സിമ്പിളായിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്.